നിങ്ങളും ഒരു ലൂപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? പരീക്ഷകൾ ഒരുപാട് എഴുതുന്നുണ്ട്. പ്രിലിംസ് കയറും, ചിലത് മെയിൻസ് കയറില്ല, ചിലത് മെയിൻസ് കയറും പക്ഷെ ഇന്റർവ്യൂ പോകും. അങ്ങനെ ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾ ഒരു പരീക്ഷയ്ക്കുള്ളിൽ തന്നെ. ഈ ലൂപ്പിൽ നിന്ന് പുറത്തു വരണ്ടേ? ലൂപ്പിൽ നിന്ന് പുറത്തു വരാൻ ഒരു എളുപ്പ വഴിയുണ്ട്: ഡെഡ് ലൈൻ. നമ്മൾ എപ്പോഴും എന്തൊരു കാര്യത്തിനും ഒരു ഡെഡ് ലൈൻ വെക്കണം. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അതായത് ഈ ഒരു പോയിന്റിനപ്പുറം ഞാൻ ഇതിലേക്ക് പോയില്ല. ദിസ് ഇസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് ഐ എം ഗോണ ഡു. ഡെഡ് ലൈൻസ് നമ്മളെ കുറച്ചുകൂടെ നമ്മളൊന്ന് ലൈക്ക് ഇംപ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഡെഡ് ലൈൻ വെക്കുക എന്നുള്ള കാര്യം മറക്കരുത്. ഒരു ഡേറ്റോ ഒരു ടൈമോ ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമോ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇതിനപ്പുറത്തേക്ക് ഞാൻ വീണ്ടും ഈ പരീക്ഷ എഴുതില്ല. ഇനി മോക്ക് അനാലിസിസ് എന്നൊരു സംഭവമുണ്ട്. അതായത് നിങ്ങൾ ഏതൊരു കോമ്പറ്റീവ് എക്സാമിനാണ് പഠിക്കുന്നതെങ്കിലും നിങ്ങൾ എടുക്കുന്ന മോക്കുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറും നിങ്ങളുടെ സൊല്യൂഷൻ, അതായത് നിങ്ങളുടെ അവസാനം മോക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന സൊല്യൂഷനുള്ള ആൻസർ തമ്മിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ക്രോസ് ചെക്ക് ചെയ്യണം. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് തെറ്റി നോക്കുക. ഇനി ഏറ്റവും സ്ട്രെങ്ത് കൂടിയ ടോപ്പിക്കുകളും ഏറ്റവും വീക്ക് ആയിട്ടുള്ള നിങ്ങളുടെ ടോപ്പിക്കുകളും നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുക. ഇത് നിങ്ങളെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. അത് നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ ഫീൽ ചെയ്യും. ഇതിലാണ് എനിക്ക് പ്രശ്നം, ഇതിൽ എനിക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ പ്രശ്നമുള്ളത് നന്നായിട്ട് പഠിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോ ഞാൻ പറഞ്ഞ മറക്കണ്ട, ഒരു ഡെഡ് ലൈൻ വെക്കുക, മോക്ക് നല്ല കട്ടക്ക് അനലൈസ് ചെയ്യുക. ഇനി പ്രൊക്രാസ്റ്റിനേഷൻ കുറച്ചൊന്ന് കുറയ്ക്കാം. നിങ്ങൾ ഡെയിലി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പഠിക്കുക. എന്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും മാറ്റി വെച്ച് ഞാൻ ഫുൾ ടൈം പഠിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബോർ അടിക്കാൻ തുടങ്ങും. നമുക്ക് ഭയങ്കര ഇതെന്താ ഞാൻ ലൈഫ് ഒന്നും ചെയ്യാത്തത് എന്നുള്ളൊരു ഫീലിംഗ് വരും. സോ നിങ്ങളുടെ കാര്യത്തിനും നിങ്ങളുടെ പഠിത്തത്തിനും രണ്ടിനും പ്രയോറിറ്റി കൊടുക്കുക. അപ്പോ അത്രയും പ്രശ്നം പഠനത്തിൽ ഉണ്ടാവത്തില്ല. ഈ 3 ടെക്നിക്ക് ഉപയോഗിച്ച് നന്നായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ ഈ ലൂപ്പിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാം, പരീക്ഷ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാം.